ഹായ് ഗൈസ്. ഇപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ബോയ്സ് ഒന്നും വലിയ രീതിയിൽ സ്കിൻ കെയർ ചെയ്യാറില്ല. ആ ഒരു കൂട്ടത്തിലുള്ളതായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പം ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ മുമ്പ് എനിക്ക് നല്ല രീതിയിൽ പിമ്പിൾസ് ഉണ്ടായിരുന്നു. പിമ്പിൾസ് സ്കിന്നെന്തോ വല്ലാത്ത രീതിയിലാണ് രാവിലെ ഡാർക്ക് അടിച്ച് ഡള്ളടിച്ച് അങ്ങനെ ഒരു വല്ലാത്ത രീതിയിലാണ് ഇരുന്ന് എനിക്ക് പുറത്തുനിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ പിന്നെ ഈ സ്കിൻ പ്രോഡക്റ്റ് എല്ലാം യൂസ് ചെയ്തപ്പം സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്ക് എൻ്റെ കുറച്ച് ഡിഫറൻസ് തോന്നുന്നു. എന്ന് വെച്ചാൽ അവിടുത്തെ വന്ന് സംസാരിക്കുമ്പം അവർ പറയുന്നുണ്ട് അവൻ്റെ സ്കിൻ ഉണ്ട് നല്ല രീതിയിലിരിക്കുന്നു, മുമ്പ് നല്ല പിമ്പിൾസ് എല്ലാം ഉണ്ടായിരുന്നല്ലോ, ഇപ്പം എന്നെല്ലാം മാറി. ഇപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ് നോട്ട് ചെയ്യാനെല്ലാം തുടങ്ങിയത്. എന്ന് വെച്ചാൽ ബോയ്സ് നമ്മൾ ഈ സ്കിൻ കെയർ ഒന്നും വലുതായിട്ട് ഇതിൻ്റെ പറയാൻ പോകാറില്ല. സത്യം ഇത് പറഞ്ഞു വരണമെന്ന് വെച്ചാൽ ഇപ്പം പ്രോഡക്റ്റ് ഏതെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഇതാണ് പ്രോഡക്റ്റ്. മിനിമലിസ്റ്റിൻ്റെയാണ് പ്രോഡക്റ്റ്. ഇതിൻ്റെ സൺസ്ക്രീനും പിന്നെ മോയ്സ്ചറൈസർ, പിന്നെ വൈറ്റമിൻ സി ഇതാണ് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്ത ശേഷം എനിക്ക് പിമ്പിൾസ് ഒന്നും വരാറില്ല. ഡാർക്ക് സ്പോട്ട് പോയി, പാടുകളുണ്ടായിരുന്നു അതൊക്കെ പോയി, സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു അത് പോയി. അപ്പം ഇതെല്ലാം ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ സ്കിൻ കെയർ പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്താൽ പോരാ, വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പില്ലോസ് എല്ലാം ഒരു വീക്കിലി 2 പ്രാവശ്യമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഹെയർ ഉണക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ടവൽ. അപ്പം അത് സ്കിന്നിൽ യൂസ് ചെയ്യാതിരിക്കുക, ഫേസ് കൊണ്ട് ഉണക്കാതിരിക്കുക. അതെല്ലാം എനിക്കതേപോലെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഈ പ്രോഡക്റ്റിൽ യൂസ് ചെയ്യുമ്പോൾ ഇതേപോലെ ടവല് പില്ലെല്ലാം വീക്കിലി 1 പ്രാവശ്യം അത് മാറ്റി ചേഞ്ച് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് അതൊന്നുമില്ല, പിമ്പിൾസ് ഒന്നും വരാറില്ല. അപ്പം അതും കൂടി നിങ്ങൾ ഇതിൽ കൂടി ആഡ് ചെയ്യുക. എന്ന് വെച്ചാൽ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഇതിൽ കൂടി ആഡ് ചെയ്യുക. പിന്നെ മെയിൻലി ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ വെള്ളം, വാട്ടർ. ഒരു 2 ലിറ്ററെങ്കിലും ഡെയിലി കുടിക്കാൻ നോക്കും. അതൊരു മസ്റ്റായിട്ടുള്ള ബോഡി ഡീഹൈഡ്രേഷൻ ചെയ്തുകൊണ്ടിരിക്കും. അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം മെയിൻ കാര്യങ്ങൾ. എല്ലാം ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാം സ്കിന്നിനുള്ള പ്രശ്നങ്ങളെല്ലാം മാറും.